നാണയം കുഴിച്ചിട്ട ഭൃത്യൻ്റെ കഥ പറയുവാണ് ഈശോ. യജമാനൻ 10 നാണയം വീതം ഭൃത്യരെ ഏൽപ്പിക്കുന്നു. ഒന്നാമൻ വ്യാപാരം ചെയ്ത് 10 കൂടി നേടി, രണ്ടാമൻ 5 കൂടി നേടി, മൂന്നാമൻ നാണയം തുണിയിൽ പൊതിഞ്ഞു കുഴിച്ചിട്ടു. എന്തിനിങ്ങനെ അവൻ ചെയ്തു എന്നതിൻ്റെ കാരണമാണ് കൗതുകം. യജമാനൻ കർക്കശനും വയ്ക്കാത്തിടത്ത് നിന്ന് എടുക്കുന്നവനും വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനുമാണത്രേ. ഈ യജമാനനെ ഭൃത്യരെല്ലാം വെറുത്തിരുന്നു എന്ന് സുവിശേഷത്തിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവർ ലഭിച്ച നാണയങ്ങൾ ഇരട്ടിപ്പിച്ചു. യജമാനൻ്റെ പക്കൽ നിന്ന് പുതിയ പദവികൾ സ്വന്തമാക്കി. ഇവനോ വെറുപ്പും പ്രതിഷേധവും മൂലം ഇരട്ടിപ്പിക്കാവുന്ന നാണയങ്ങൾ കുഴിച്ചിട്ടു. കൈവരിക്കാമായിരുന്ന വളർച്ചകൾ നഷ്ടമാക്കി. നമ്മിൽ ഒരുപാട് പേർക്ക് പറ്റുന്നൊരബദ്ധമാണിത്. ആരോടോ ഉള്ള പ്രതിഷേധം, പിണക്കം, വെറുപ്പ് ഒക്കെ കാരണം ജീവിതത്തിലെ സ്വന്തം നാണയങ്ങൾ നഷ്ടമാക്കുക. പ്രതിഷേധവും സമരവും കൊണ്ട് നാട്ടിൽ നടക്കാതെ പോകുന്ന വികസനങ്ങൾ, പ്രണയനൈരാശ്യത്തിൽ ആരോഗ്യം കളയുന്നവർ, മാതാപിതാക്കളോടുള്ള വാശിയിൽ പഠനമുഴപ്പുന്നവർ, ഉടമയോടുള്ള വൈരാഗ്യത്തിൽ തൊഴിൽ പൂട്ടിക്കുന്നവർ, അധികാരികളോടുള്ള വാശിയിൽ സ്വയം ഉപയോഗശൂന്യമാകുന്നവർ, ഇങ്ങനെ പല നാണയങ്ങൾ കുഴിച്ചിടപ്പെടുന്നുണ്ട് ഇന്നും. പിടിവാശി പലപ്പോഴും ഒരുതരം സ്വയം മർദ്ദനമാണ്. ഇൻവേർട്ടഡ് ആങ്കർ. നഷ്ടം നമുക്ക് തന്നെ.